ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വേർഷൻ കൺട്രോൾ എന്താണ്, എന്തിനാണ്, അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വേർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ ഡോക്യുമെൻറ്റ്, ഒരു വേർഡ് ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളതിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കോളേജ് പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് വർക്കിനോ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഓഫ് കോഴ്സ് നിങ്ങളതിൽ പല വേർഷൻസ് സേവ് ചെയ്യും. അതായത് നിങ്ങൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എഴുതിയിട്ടുണ്ടാവും, ദെൻ ഒരു അഡീഷണൽ ചാപ്റ്റർ കൊണ്ടുവരും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ചിലപ്പം അതൊരു കറക്ഷനായിട്ട് നിങ്ങളുടെ ഗൈഡുമായിട്ടോ സൂപ്പർവൈസറുമായിട്ടോ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും മോഡിഫിക്കേഷന് ശേഷം നിങ്ങൾ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഴയ വെർഷൻ നമുക്ക് വേണം, എന്നാൽ പുതിയ വെർഷനും വേണം, രണ്ടും വേണം, എന്നാൽ ഒന്നും കളയാൻ പാടില്ല എന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ അതിനെ രണ്ട് ഫയലായിട്ട് സേവ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഫയൽസ് ആവും. സോ അത് അത്ര ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല യൂഷ്വലി നമ്മൾ ഫയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. സോ ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വേർഷൻ കൺട്രോളിംഗ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേർഷൻ കൺട്രോളിങ്ങിൽ ഈ കാര്യം അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഫയലുകളായിട്ട് ഇത് പല ഫയലായിട്ട് സേവ് ചെയ്യാതെ സെയിം ഫയലിന് തന്നെ പല ചെക്ക് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം പോയിൻറ്റ്സിൽ നമ്മൾ സിസ്റ്റം റീസ്റ്റോറൊക്കെ ചെയ്യുന്ന പോലെ ഡിഫറെൻറ്റ് ടൈം പോയിൻറ്റ്സിൽ ഡിഫറെൻറ്റ് ബാക്കപ്പ് വെർഷൻസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെർഷനിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും. ടു ആൻഡ് ഫ്രോ രണ്ട് രീതിയിലും പഴയ ഒരു വെർഷനിലോട്ട് പോകാനും പഴയ വെർഷനിൽ നിന്ന് വീണ്ടും തിരികെ വരാനും ഒക്കെ നമുക്ക് സാധിക്കുന്നൊരു ടെക്നിക്കാണ് വെർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ടൈം ട്രാവൽ ചെയ്യുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഒരു കാരണം. ദെൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൊളാബറേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് വലിയ പ്രൊജക്റ്റുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എഫിഷ്യൻ്റായിട്ട് ചിലപ്പം ഒരേ ഫയലിൽ തന്നെ പല ആളുകൾ ഒരേ സമയം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരമാവധി കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വെർഷൻ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. സോ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പൺ സോഴ്സ് ആയിട്ട്, അതായത് കോഡ് ഓപ്പണായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ മേജർ ലൈബ്രറീസ്, സോഫ്റ്റ്വെയർസ്, അൽഗോരിതംസ്, ഇതെല്ലാം വെർഷൻ കൺട്രോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൊളാബറേറ്റീവായിട്ട് ആളുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ വെർഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഗിറ്റ് എന്ന് പറയുന്ന വെർഷൻ കൺട്രോൾ സിസ്റ്റമാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊജക്റ്റുകൾ ഹോസ്റ്റ് ചെയ്യാനും അതിനുവേണ്ടി അതിൻ്റെ ഫയൽസ് സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. സോ ഗിറ്റ് ഹബ് എന്ന് പറയുന്നൊരു ഇറ്റ്സെൽഫ് എ കമ്പനി തന്നെയാണ്. ഇനിഷ്യലി ഒരു കമ്പനിയായിരുന്നു, അത് ലേറ്റർ മൈക്രോസോഫ്റ്റ് അക്വയർ ചെയ്തൊരു കമ്പനി കൂടിയാണ്. സോ നമ്മൾ ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവിധ പൈത്തൺ, ലൈക്ക് ഡാറ്റാ സയൻസ്, വിഷ്വലൈസേഷൻ ലൈബ്രറീസ്, ഡീപ്പ് ലേണിംഗ് ലൈബ്രറീസ്, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള എല്ലാ ലൈബ്രറീസും കറൻ്റ്ലി അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരെ നടക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ്. ഓക്കെ, സോ ഇതിലുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾക്ക് ബേസിക് കോഡിങ്ങും ഇങ്ങനത്തെ കൺസെപ്റ്റുകളും അറിയാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ, ഇഷ്ടമുള്ള ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിൽ, ഇഷ്ടമുള്ള കമ്പനികളുടെ നിങ്ങൾക്ക് വർക്കുകൾ എന്താണെന്ന് കാണാനും അത് നോക്കി പഠിക്കാനും മേ ബി അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് അതിലുള്ള ഒരു അവസരമാണ്. ഇവിടെ ആരെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമുക്കുള്ള ആ ഹാർഡ് വർക്കും നമുക്ക് ആ ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കോൺട്രിബ്യൂഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ള, നമുക്ക് നമ്മുടെ എബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരം ഇവിടെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെർഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക, അതെങ്ങനെ നമ്മുടെ കരിയറിന് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് അറിയുക എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോളജാണ്. സോ നമുക്കതിൻ്റെ ബേസിക്സ് എന്താണെന്ന് നോക്കാം.
സോ വേർഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ലൈക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമാൻഡ് ലൈനിലും അത് ചെയ്യാൻ സാധിക്കും. സോ കമാൻഡ് ലൈൻ ടൂൾസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിറ്റ് ബാഷ് എങ്ങനെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലിനക്സ് ഓർ മാക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫോൾട്ട് ടെർമിനൽ മാത്രം മതിയാകും. അതല്ല വിൻഡോസ് ആണെങ്കിൽ ഗിറ്റ് ബാഷ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗിറ്റ് ബാഷ് ടെർമിനൽ വഴിയായിരിക്കും നമ്മൾ ഇതിൻ്റെ ബേസിക് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഗിറ്റ് ബാഷ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിൽ നമുക്ക് ഒരു നമ്മുടെ ഗിറ്റ് കോൺഫിഗറേഷൻ, ഗിറ്റ് ഹബ് അക്കൗണ്ട്, യൂസർ നെയിം ആൻഡ് ഇമെയിൽ നമ്മളതിൽ കോൺഫിഗർ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് സൈനപ്പ് ചെയ്യണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പോർട്ട്ഫോളിയോ, ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയറുടെ പോർട്ട്ഫോളിയോ, അയാളുടെ മോഡേൺ ഡേ റെസ്യൂമെ എന്ന് പറയുന്നത് തന്നെ അയാളുടെ ഗിറ്റ് ഹബ് പ്രൊഫൈലാണ്. സോ ഒരു അക്കൗണ്ട് സൈനപ്പ്, ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ യൂസർ നെയിം ആൻഡ് ഇമെയിൽ എന്താണ്, നിങ്ങളുടെ ഗിറ്റ് ഹബുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള യൂസർ നെയിം ആൻഡ് ഇമെയിൽ എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൺ ടൈം ഈ 2 കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു തവണ മാത്രം നമ്മൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് കമാൻഡ് യൂസർ നെയിം സെറ്റ് ചെയ്യാനുള്ളതാണ്. ഗിറ്റ് കോൺഫിഗ് -- global സ്പേസ് യൂസർ നെയിം, യൂസർ ഡോട്ട് നെയിം ആക്ച്വലി. ദെൻ ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എന്താണോ നിങ്ങളുടെ യൂസർ നെയിം അതാണ് കൊടുക്കേണ്ടത്. സോ അത് നിങ്ങളുടെ ഗിറ്റ് ഹബ് പ്രൊഫൈലിൽ പോയാൽ നിങ്ങൾക്ക് ആ യൂസർ നെയിം ഹാൻഡിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. സോ അത് സെറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് നിങ്ങളുടെ ഇമെയിൽ ഏതാണോ, ഗിറ്റ് ഹബ് നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ ഉപയോഗിച്ച ഇമെയിൽ ഏതാണോ അതും കൂടെ ഈ ഒരു കമാൻഡ് ലൈൻ വെച്ച് സെറ്റ് ചെയ്യുക. സോ ലൈക്ക് ഇപ്പോൾ എനിക്കിത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി സെറ്റ് ആണ്. ബട്ട് ജസ്റ്റ് ടു ഷോ യു, ലൈക്ക് ഇതുപോലൊരു ടെർമിനൽ ആപ്ലിക്കേഷൻ എടുക്കുന്നു. സോ ഈ ഒരു പോർഷൻ ലൈക്ക് യൂസർ നെയിമിന് പകരം ഇപ്പോൾ സപ്പോസ് എൻ്റെ യൂസർ നെയിം യൂസർ 1 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ കൊടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമെയിലും സെറ്റ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഇമെയിൽ എന്താണോ user1@gmail.com ആണെങ്കിൽ അത് കൊടുക്കുക, ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഇത് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റ് കമാൻഡ് ലൈനിന് നമ്മളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, നോട്ട് പാസ്വേഡ്, യൂസർ നെയിം ആൻഡ് ഇമെയിൽ അസോസിയേറ്റഡ് വിത്ത് നമ്മുടെ പ്രോപ്പർ അക്കൗണ്ട് ഏതെന്ന് ഉള്ളത് അതിന് ക്ലിയർ ആവും. ഓക്കെ, സോ അതാണ് നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, സൈനപ്പ് ചെയ്യുക എന്നുള്ളത്. സോ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് ഒരു ഗിറ്റ് ഹബ് പ്രൊഫൈൽ, വെരി ബേസിക് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് കിട്ടും. സോ ആസ് ഓഫ് നോ എൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ഒരുപാട് ഞാൻ കുറേ റെപ്പോസിറ്ററീസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങളൊരു ഫ്രഷ് ആയിട്ടൊരു റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം അത്രയ്ക്കൊന്നും കാണില്ല. സോ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ റെപ്പോസിറ്ററീസ് എന്ന് പറയുന്ന ടാബിൽ ന്യൂ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ കാണും. ന്യൂ എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ കാണും. സോ അവിടെ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൊടുക്കാം. സോ ഗിറ്റ് ഹബിൽ പൊതുവേ നമ്മൾ ആ പ്രൊജക്റ്റ് ഫോൾഡറിന് റെപ്പോസിറ്ററി എന്ന പേരാണ് പറയുന്നത്. സോ ഇവിടെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. സോ ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനെ ഒരു പേര് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ഒരു റെപ്പോസിറ്ററി നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. ഈ റെപ്പോസിറ്ററി എന്താണ്, എന്തിനാണ് എന്നുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ടെക്സ്റ്റുവൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ദെൻ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. സോ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ പബ്ലിക് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇത് ഏതൊരാൾക്കും ഈ ഒരു URL മാത്രം മതിയാകും, അത് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഗിറ്റ് ഹബ് ഫ്രീ അക്കൗണ്ടിൽ നമുക്കൊരു അപ് ടു 5 റെപ്പോസിറ്ററീസ് വരെ, നമുക്ക് 5 റെപ്പോസിറ്ററീസ് വരെ പ്രൈവറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള റെപ്പോസിറ്ററീസിൽ നമുക്കും പിന്നെ നമ്മൾ സ്പെസിഫിക്കലി ആക്സസ് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, സോ എനിവേ പബ്ലിക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ ആഡ് റീഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിക്ക് മാർക്ക് ചെയ്യുക.
സോ ഇതൊരു ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ്മി ഫയൽ ക്രിയേറ്റ് ആവും. ആ റെഡ്മി ഫയലിൽ ബേസിക്കലി നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരും ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചൂസ് ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ലൈസൻസ് ഏതാണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. സോ പൊതുവേ ഓരോ ലൈസൻസും ഓരോ രീതിയിലാണ്. ലൈക്ക് ഫോർ റിസർച്ച് ആൻഡ് പർപ്പസ്, ചിലത് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിനും യൂസ് ചെയ്യാം, അതല്ല ടീച്ചിങ്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല വേരിയേഷൻസ് ഓഫ് ലൈസൻസ് ഉണ്ട്. സോ MAT ലൈസൻസാണ് അതിലേറ്റവും കോമൺ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇത് കൊമേഴ്ഷ്യൽ ഓർ നോൺ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഒരാൾക്ക് യൂസ് ചെയ്യാം, ഫ്രീ ടു യൂസ്. ബട്ട് നമുക്ക് ഇതിൻ്റെ പേരിൽ ഒരു ലയബിലിറ്റിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല എന്ന് അഷ്വർ ചെയ്യുന്ന ഒരു ലൈസൻസാണ്. സോ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പേരിൽ നിങ്ങൾക്കൊരു ഫോൾഡർ ഓർ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആവും. സോ നിങ്ങൾക്ക് അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റീഡ്മി ഫയൽ മാത്രമേ കാണുള്ളൂ. സോ റീഡ്മി ഫയലിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതുപോലെ റെപ്പോസിറ്ററി നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ ഗിറ്റ്ഹബിൽ ഉള്ള ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ആണ്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലോട്ട്, നമ്മുടെ ലാപ്ടോപ്പിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് കമാൻഡ്സ് ഉണ്ട്. സോ അതിന് നമ്മൾ ആ ഒരു ഗിറ്റ്ഹബ് അക്കൗണ്ടിൽ കിടക്കുന്ന റെപ്പോസിറ്ററിയെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലോണിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, സോ അത് ക്ലോൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സിസ്റ്റവുമായിട്ട് കോപ്പി ചെയ്യാനും ദെൻ ലോക്കൽ സിസ്റ്റത്തിൽ ചേഞ്ചസ് വരുത്തി ഇതിലോട്ട് കൊണ്ടുവരാനും ഒക്കെ നമ്മൾ മുമ്പായിട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. സോ ക്ലോൺ ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്ത ശേഷം ഈ ഒരു URL കോപ്പി ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ HTTPS ടാബിൽ വരുന്ന URL ഇത് സെലക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക, ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു URL ആയിരിക്കണം കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഏത് ലൊക്കേഷനിലാണോ നമുക്ക് ഈ ഫോൾഡർ വേണ്ടത് ആ ലൊക്കേഷനിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്പെസിഫിക് ഫോൾഡർ എടുക്കുക. ആ സ്പെസിഫിക് ഫോൾഡറിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും, വ്യൂ ഷോ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഗിറ്റ് ബാഷ് ഹിയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ആ ലൊക്കേഷനിൽ ഗിറ്റ് ബാഷ് ഓപ്പൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിൽ നിന്ന് ഗിറ്റ് ബാഷ് ഓപ്പൺ ചെയ്ത് CD കമാൻഡ്സ് അടിച്ച് നാവിഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണോ നിങ്ങൾക്ക് ആ ഒരു റെപ്പോസിറ്ററി വേണ്ടത് അങ്ങോട്ടേക്ക് നാവിഗേറ്റ് ചെയ്തതിന് ശേഷം ആ പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഗിറ്റ് ക്ലോൺ എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഗിറ്റ് ക്ലോൺ കൊടുത്തതിന് ശേഷം ഈ കോപ്പി ചെയ്ത ആ ഒരു URL പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. സോ ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ റെപ്പോസിറ്ററിയിൽ നിന്നുള്ള ആ ഫയൽസ് കോപ്പീഡായി ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരും. സോ ക്ലോണിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ VS കോഡ് പോലുള്ള ഒരു ഐഡിയിൽ നിന്ന് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. സോ VS കോഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ക്ലോൺ ചെയ്ത ആ ഫോൾഡർ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലെ ഏത് ലൊക്കേഷനിലാണ് ക്ലോൺ ചെയ്തത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. ആ പർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. സോ ആ ഫോൾഡർ ആസച്ച് നമ്മൾ VS കോഡിൽ ഓപ്പൺ ചെയ്യണം. സോ ഫയൽ ഓപ്പൺ ഫോൾഡറിൽ പോയി ആ ഡയറക്ടറിയിലോട്ട് നാവിഗേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റോഡ് മാപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന നോട്ട്സ് കീപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റെപ്പോസിറ്ററി തന്നെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ എനിക്കിവിടെ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്, നോട്ട് ബുക്സ് കീപ്പ് ചെയ്യാനായിട്ടൊരു ഫോൾഡറുണ്ട്, കുറച്ച് ഫോൾഡേഴ്സ്, ഡേറ്റാ സെറ്റ്സ്, ഗൈഡ് ലൈൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഈ ഒരു റെപ്പോസിറ്ററി നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഫയൽ, ഏതൊക്കെ ഫയലുണ്ട്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. റീഡ്മി ഫയൽ, അതിൻ്റെ പ്രിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് റോ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഒരു കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോണിംഗ് കമാൻഡ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമാൻഡ് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത്
സ്റ്റാറ്റസ് എന്ന് പറയുന്ന കമാൻഡാണ്. അതായത് ഈ ഒരു ഗിറ്റ് സ്റ്റാറ്റസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും പുതിയ ചേഞ്ചസ് ഉണ്ടോ, നമ്മൾ ഈ റെപ്പോസിറ്ററിയിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഗിറ്റ് പ്രോജക്റ്റിൽ എന്തെങ്കിലും പുതിയ ചേഞ്ചസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ ആസ് ഓഫ് നൗ ഞാൻ അതേപടി തന്നെ കീപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് പുതിയ ചേഞ്ചസ് ഒന്നുമില്ല. സോ ഇവിടെ ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഓൺ ബ്രാഞ്ച് മെയിൻ യുവർ ബ്രാഞ്ച് ഈസ് അപ് ടു ഡേറ്റ് വിത്ത് ഒറിജിൻ മെയിൻ എന്നാണ് പറയുന്നത്. അതായത് ഗിറ്റ് ഹബിലുള്ള എൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ വെർഷനും എൻ്റെ ലോക്കൽ വെർഷനും ഒരേപോലെ തന്നെയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ട ഒരു കമാൻഡ് ലോഗ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. സോ ടെർമിനൽ ഇടയ്ക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ കമാൻഡ് കൊടുക്കാം. ഗിറ്റ് ലോഗ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈം ചെക്ക് പോയിൻറ്റ്സ്, ഞാൻ ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈം ചെക്ക് പോയിൻറ്റ്സ് ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ എനിക്ക് കാണാൻ സാധിക്കും. സോ സോ ഇതിലിപ്പം എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും, അതായത് ഒരു കമ്മിറ്റ് ഐ ഡി, ദെൻ ആര് ഏത് സമയത്ത് ഏത് ഒരു ടൈം സ്റ്റാമ്പിൽ എന്ത് ചേഞ്ച് വരുത്തി എന്നുള്ളൊരു ഇൻഫർമേഷൻ, ഒരു മെസ്സേജ്, കമ്മിറ്റ് മെസ്സേജ് ഉൾപ്പെടെ എനിക്ക് കാണാൻ സാധിക്കും. എനിക്കിതിൽ ഇപ്പം കുറേ മെസ്സേജസ് ഉണ്ട്, ഞാൻ പല സമയത്തായിട്ട് വരുത്തിയ അപ്ഡേഷൻസ് ഇങ്ങനെ ഡിഫറെൻറ്റ് കമ്മിറ്റ് മെസ്സേജ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഒരു കോളൻ കാണിക്കുന്നത് ഇത് ഒരുപാട് ട്രെയിലിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജസ് ഒരുപാട് താഴത്തോട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോവുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ക്യൂ പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഇത് ഓരോന്നും ഓരോ ടൈം ചെക്ക് പോയിൻറ്റ്സ് ആണ്. സോ ഈ ടൈം ചെക്ക് പോയിൻറ്റ്സിലോട്ട് എനിക്ക് പോകണം, പഴയ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ചെക്ക് പോയിൻറ്റ്. എനിക്കൊരു പഴയ ഫോർമാറ്റിലോട്ട് പോകണം അല്ലെങ്കിൽ പഴയ സിനാരിയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഐ ഡി കോപ്പി ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ കമാൻഡ് കൊടുക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് ആസ് ഓഫ് നൗ നമുക്കത് അവിടെ നിൽക്കട്ടെ, നമുക്ക് പുതിയൊരു ചേഞ്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ സപ്പോസ് എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ സോ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ എടുക്കുവാണ്. ഓക്കെ, സോ ഇവിടെ ഒരു മാർക്ക്ഡൗൺ ഫയൽ എനിക്കുണ്ട്, സെഷൻ 13 എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ ഞാനൊരു അഡീഷണൽ ഹെഡിങ് ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഞാനത് സേവ് ചെയ്ത ശേഷം ഞാനിവിടെ ടെർമിനലിൽ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഡിഫറെൻറ്റ് മെസ്സേജാണ്. നേരത്തെ എനിക്ക് ലൈക്ക് നോ ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് മെസ്സേജാണ്. ഇപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജ് ഡിഫറെൻ്റ് ആണ്. സോ നോട്ട്സ് ഓൺ ബ്രാഞ്ച് മെയിൻ അവിടെ കാണിക്കുന്നത് ചേഞ്ചസ് നോട്ട് സ്റ്റേജ്ഡ് ഫോർ കമ്മിറ്റ് മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ ഇന്ന ഫോൾഡറിൽ ഇന്ന ഫയൽ മോഡിഫൈഡ് ആണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. സോ ആസ് ഓഫ് നൗ നമ്മുടെ ഓൺലൈൻ റെപ്പോസിറ്ററിയിൽ ഇല്ലാത്ത ഒരു ചേഞ്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ചെക്ക് പോയിൻറ്റിൽ ഇല്ലാത്തൊരു പുതിയ ചേഞ്ച് വന്നു എന്നാണിത് കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്കിതൊരു കമ്മിറ്റ് മെസ്സേജായിട്ട് അല്ലെങ്കിൽ ഒരു ചെക്ക് പോയിൻ്റ് ആയിട്ട് നമുക്ക് പിന്നീട് തിരിച്ച് പോകാൻ പറ്റുന്ന ഒരു വെർഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മോഡിഫൈ ചെയ്ത ഫയൽസ്, ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു ഫയലേ ഞാൻ മോഡിഫൈ ചെയ്തുള്ളൂ, ചിലപ്പോൾ ഒന്നിലധികം ഫയൽസ് ഞാൻ മോഡിഫൈ ചെയ്യാം അറ്റ് എ ടൈം. സോ ഈ മോഡിഫൈ ചെയ്ത ഫയൽസിനെ ഞാൻ സ്റ്റേജിങ് ഏരിയ എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് മാറ്റണം. സോ ഇവിടെ കാണിക്കുന്ന മെസ്സേജും അങ്ങനെ തന്നെയാണ്, ചേഞ്ചസ് നോട്ട് സ്റ്റേജ്ഡ് ഫോർ കമ്മിറ്റ് എന്ന് പറഞ്ഞാണ്. സോ സ്റ്റേജിങ് ഏരിയയിലോട്ട് മാറ്റാനായിട്ട് എനിക്ക് ഗിറ്റ് ആഡ് എന്താണോ ഈ ഫയലിൻ്റെ പേര് അത് കൊടുക്കുക. ഇപ്പോൾ ഇത് നോട്ട്സ് ഫോൾഡറിൻ്റെ അകത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ notes/session13. ഓക്കെ, സോ 13 വരെ ടൈപ്പ് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോ കംപ്ലീഷൻ വരും. ഓക്കെ, ഞാൻ സ്റ്റേജിങ് ഏരിയയിലോട്ട് മാറ്റിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈക്ക് സ്റ്റേജ്ഡ് ഫോർ അല്ലെങ്കിൽ ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ് എന്ന് പറഞ്ഞ് വരും. ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇപ്പോഴും ചെക്ക് പോയിൻ്റ് വെർഷൻ ആയിട്ടില്ല. ചെക്ക് പോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കണം. ഗിറ്റ് കമ്മിറ്റ്, ദെൻ ആ കമ്മിറ്റിൻ്റെ ഒപ്പം എന്ത് ചേഞ്ചാണ് വരുത്തിയത് എന്നൊരു ഷോർട്ട് മെസ്സേജ് കൂടെ എനിക്ക് വരണം. അതുകൊണ്ട് ഞാൻ -m ഡബിൾ കോഡ്സിൻ്റെ അകത്ത് അപ്ഡേറ്റഡ് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നു, updated 13. ഓക്കെ, ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, സോ
ഇപ്പോൾ ഒരു പുതിയ ചെക്ക് പോയിൻ്റ് ആയിട്ട് ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗിറ്റ് ലോഗ് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ചേഞ്ച് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത 13 വന്ന അപ്ഡേഷൻസാണ്. ഇത് ക്രിയേറ്റ് ചെയ്ത ടൈം സ്റ്റാമ്പ് ആൻഡ് ഒരു കമ്മിറ്റ് ID ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിക്കും. ഏത് യൂസറാണ് ചെയ്തത്. കറൻ്റ്ലി ഞാനാണ് ചെയ്തിട്ടുള്ളത്. അത് ആ യൂസർ ഇമെയിൽ ആൻഡ് യൂസർ നെയിം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇപ്പോഴും ഇത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലാണ് ഈ ഒരു ടൈം പോയിൻ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ഗ്ലോബൽ, അതായത് നമ്മുടെ റിമോട്ട് റെപ്പോസിറ്ററി, അതായത് നമ്മുടെ ഗിറ്റ്ഹബിലുള്ള ഇതിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഗിറ്റ് പുഷ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും. റൈറ്റിംഗ് ഒബ്ജക്ട്സ് കംപ്രഷൻ സോ ആൻഡ് സോ ഫോർത്ത്. ദെൻ വേറെ എറേഴ്സ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് സക്സസ്ഫുള്ളി ഇതാവും. അതിനുശേഷം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റെപ്പോസിറ്ററിയിൽ പോയി ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ചേഞ്ച് അവിടെയും കാണാൻ സാധിക്കും. ഓക്കെ, സോ 1 minute ago ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും അത് കാണാൻ സാധിക്കും. ഇതിൽ ഈ പർട്ടിക്കുലർ കമ്മിറ്റ് മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏതൊക്കെ ഫയൽസാണ് ചേഞ്ച് ആയത്, എന്ത് ചേഞ്ചാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ഇവിടെ കാണിക്കുന്നുണ്ട്. നോട്ട്സ് സെഷൻ 13 ചേഞ്ച് വന്നത്. 1 ഫയൽ ചേഞ്ച്ഡ്, ഒരു ലൈൻ ഇവിടെ 1 more ലൈൻ അഡീഷണൽ ലൈൻ ആഡായി വരികയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫയൽ എടുത്ത് നോക്കിയാലും നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ സാധിക്കും. സോ സെഷൻ 13 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലൈനും അവിടെ വന്നിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ നമ്മൾ ഗിറ്റ് ക്ലോൺ പഠിച്ചു, ഗിറ്റ് സ്റ്റാറ്റസ്, ഗിറ്റ് ലോഗ്, ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് പുഷ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. സോ ഇനി നമുക്ക് എത്ര ഫയൽസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് കമ്മിറ്റ്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഡിൽ ഒരു റീസണബിൾ അപ്ഡേഷൻ, എന്തെങ്കിലും ഒരു പുതിയ ഫംഗ്ഷൻ നമ്മൾ എഴുതി, അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചർ നമ്മൾ എഴുതി, ഒരുപാട് ചെറിയ മൈന്യൂട്ട് ചേഞ്ചസിന് എല്ലാത്തിനും കമ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നില്ല. ഒരു മീഡിയം ടൈപ്പ് നമുക്കൊരു ഡിഫറെൻറ്റ് വെർഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന പോയിൻറ്റ്സിലെല്ലാം നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇനി സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ നമ്മുടെ റെപ്പോസിറ്ററിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇപ്പം ഇവിടുന്ന് ഞാൻ ഏതെങ്കിലും ഒരു ഫയൽ ഡിലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് അത് റെപ്പോസിറ്ററിയിൽ നിന്നും, അതായത് ഓൺലൈൻ ഗിറ്റ്ഹബിൽ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ git rm കമാൻഡ് കൊടുക്കണം. git rm സ്പേസ് എന്താണോ ആ ഫയൽ നെയിം കൊടുക്കുക, എഗെയിൻ കമ്മിറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ഈ ഓൺലൈൻ റെപ്പോസിറ്ററിയിൽ നിന്നും ഒരു ഫയൽ റിമൂവ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പഴയ ടൈം ട്രാവൽ, അതായത് ഇതിൻ്റെ പഴയ വെർഷനിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ അതറിയാനായിട്ട് എൻ്റെ ഗിറ്റ് ലോഗ് വിളിക്കുന്നു. പഴയ ടൈം പോയിൻറ്റ്സ് ഒരുപാട് ഇതിലുണ്ട്. ഞാനിപ്പോൾ അതിൽ കുറച്ച് പഴയ ഒരു വെർഷനിലോട്ട് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഏത് ചെക്ക് പോയിൻറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏത് വെർഷനിലോട്ടാണോ പോകേണ്ടത് ആ വെർഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ള കമ്മിറ്റ് ID കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഗിറ്റ് ചെക്കൗട്ട് ആ കമ്മിറ്റ് ID കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ കോപ്പി ചെയ്തത് കറക്റ്റായില്ല. സോ ഒന്നുകൂടെ കോപ്പി ചെയ്യാം. ഇത് കൊടുത്ത ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഈ എല്ലാ ഫയൽസിനും എന്തായിരുന്നു ആ സ്റ്റാറ്റസ്, ആ അവസ്ഥയിലോട്ട് നമ്മൾ തിരിച്ചു പോകും. സോ നമ്മൾ ടൈം പുറകോട്ട് ട്രാവൽ ചെയ്യുകയാണ്. പ്രൊജക്റ്റിൻ്റെ അവസ്ഥ എന്താണോ അതിലോട്ട് വരും. അതുപോലെ തിരിച്ചു വരാനായിട്ട് ഗിറ്റ് ചെക്കൗട്ട് മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ പേര് കൂടിയാണ്. സോ ഡിഫോൾട്ട് ബ്രാഞ്ചിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് കമ്മിറ്റിലോട്ട് തിരിച്ചു വരാനും നമുക്ക് സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് പഴയ ഫയലിൻ്റെ അവസ്ഥ, നമ്മൾ ഫയൽ എന്തായിരുന്നു ആ കോഡിൻ്റെ അവസ്ഥ, ആ സിനാരിയോയിൽ എന്താണോ അതിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സോ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മളൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ മെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ആയിരിക്കും ഉണ്ടാവുക. സോ ബ്രാഞ്ചിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
അപ്പം 2 യൂസേഴ്സ്, ഒന്നിലധികം യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഫ്രണ്ട് എൻഡ് വർക്കും ബാക്ക് എൻഡ് വർക്കും ഉണ്ടാവും. സോ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും ഉണ്ടാവും, ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറും ഉണ്ടാവും. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള വർക്ക് ചെയ്യേണ്ട കുറച്ച് ഫയൽസ് ഉണ്ടാവും, അല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസും ഉണ്ടാവും. സോ അതിൻ്റെ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും വേണ്ടി സെപ്പറേറ്റ് ബ്രാഞ്ചസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓരോരുത്തരും അവരവരുടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യും. സോ പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ നിന്ന് അവർ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് മാറി ആ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൽ അവരവരുടെ വർക്കുകൾ ചെയ്തതിന് ശേഷം അറ്റ് എ ലേറ്റർ പോയിൻറ്റ് ആ കോമൺ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് മാക്സിമം ഒഴിവാക്കി നമുക്ക് കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടുപേരുടെ കാര്യമില്ല, വലിയ വലിയ പ്രൊജക്റ്റിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരേ സമയം പാരലായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാഞ്ചസ് അറിയാനായിട്ട് എനിക്ക് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന കമാൻഡുണ്ട്. സോ റൈറ്റ് നൗ എനിക്കൊരു ബ്രാഞ്ചേ കാണിക്കുന്നുള്ളൂ, സ്റ്റാർ വരുന്നതാണ് ഇപ്പോൾ എൻ്റെ കറൻറ്റ് ആക്റ്റീവ് ബ്രാഞ്ച്. മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. പുതിയൊരു ബ്രാഞ്ച് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗിറ്റ് ബ്രാഞ്ച് എന്താണോ ബ്രാഞ്ച് നെയിം ആ നെയിം കൊടുക്കുക. ഓക്കെ, സോ സപ്പോസ് എനിക്കൊരു ന്യൂ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ഇത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പേര് കൊടുക്കുന്നു. ഇനി ഞാൻ ഗിറ്റ് ബ്രാഞ്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സോ ഇതിൽ ആക്ച്വലി 2 ബ്രാഞ്ചസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ആക്റ്റീവ് ബ്രാഞ്ച് എന്ന് പറയുന്നത് മെയിൻ ബ്രാഞ്ചാണ്. ഇപ്പോൾ ഉണ്ടായിരുന്ന മെയിൻ ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ഈ ഡെവലപ്പ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ മെയിൻ ബ്രാഞ്ചിൻ്റെ അതേ കോപ്പി ആയിരിക്കും ആസ് ഓഫ് നൗ ഡെവലപ്മെൻറ്റ് ബ്രാഞ്ചിലുണ്ടാവുക. എനിക്ക് ഇതിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗിറ്റ് ചെക്ക് ഔട്ട് എന്താണോ എനിക്ക് മൂവ് ചെയ്യേണ്ട ബ്രാഞ്ചിൻ്റെ പേര് അത് കൊടുക്കുക. ഓക്കെ, സ്വിച്ച് ടു ബ്രാഞ്ച് ഡെവലപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഞാൻ ഗിറ്റ് ബ്രാഞ്ച് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രീൻ സിമ്പലിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഡെവലപ്മെൻറ്റ് ബ്രാഞ്ചാണ്. അതുപോലെ കറൻ്റ്ലി ചെക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ച് ഡെവലപ്പ് ബ്രാഞ്ചാണ്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ലൈക്ക് ആഡ്, കമ്മിറ്റ്, പുഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ലൈക്ക് ഇപ്പോൾ അനദർ യൂസർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വേണ്ട നെസസറി ചേഞ്ചസ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ചെയ്തതിന് ശേഷം ആഡ്, കമ്മിറ്റ്, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് വരും. ബട്ട് ഇതിൽ പുഷ് കമാൻഡ് മാത്രം ഒരല്പം ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ പുഷ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലോട്ടല്ല, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ടാണ്. കാരണം ഇതേ പേരിൽ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ബ്രാഞ്ച് നമ്മുടെ ഗിറ്റ്ഹബ് അക്കൗണ്ടിലും ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിലും ഉണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കമാൻഡാണ് കൊടുക്കേണ്ടത്. ഗിറ്റ് പുഷ് എന്ന് വെറുതെ കൊടുത്താൽ പോരാ, ഗിറ്റ് പുഷ് ദെൻ -- സെറ്റ് -- ഒറിജിൻ എന്താണോ നമ്മുടെ ബ്രാഞ്ച് നെയിം അത് കൊടുക്കുക. സോ ഇവിടെ എനിക്ക് വേണ്ടത് ഡെവലപ്പ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വന്ന ലേറ്റസ്റ്റ് ചേഞ്ചസ് നമ്മുടെ ഓൺലൈൻ റെപ്പോസിറ്ററിയിലോട്ടും ചേഞ്ചസ് വരും. ഓൺലൈൻ റെപ്പോസിറ്ററിയിൽ നമുക്കിവിടെ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ആവും. നമ്മൾ കൊടുത്ത പേരിൽ ബ്രാഞ്ച് ക്രിയേറ്റ് ആവും. ആ ബ്രാഞ്ചിലോട്ടായിരിക്കും ആ ചേഞ്ചസ് എല്ലാം പുഷ് ആവുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ചേഞ്ചസ് ആഡ് ചെയ്ത് പുഷ് ചെയ്യാൻ സാധിക്കും. ദെൻ തിരിച്ച് പഴയ ബ്രാഞ്ചിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഗിറ്റ് ചെക്ക് ഔട്ട് മെയിൻ. ഓക്കെ, സോ വീണ്ടും മെയിൻ ബ്രാഞ്ച് സെലക്ട് ആയിട്ടുണ്ട്. സ്റ്റാർ അതിൻ്റെ നേരെയാണ്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്രാഞ്ചിലോട്ട് നമുക്ക് ഇപ്പം നമ്മളൊരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തു, എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു, എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് നമ്മൾ ചെയ്തു, അത് കമ്മിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് പുഷ് ചെയ്തു. ആ പുഷ് ചെയ്ത ചേഞ്ചസ് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് ഇൻ്റഗ്രേറ്റും ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പഴയ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യാം. സോ ബ്രാഞ്ച് -d ഡെവലപ്പ്. ഓക്കെ, സോ ആ ഒരു പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ച് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് നൗ ഇതിൽ മെയിൻ ബ്രാഞ്ച് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, സോ ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ നമ്മളിത് കുറച്ച് കമാൻഡ്സ് കണ്ടു. ഗിറ്റ്
ക്ലോൺ കമാൻഡ് കണ്ടു, ഗിറ്റ് സ്റ്റാറ്റസ് കണ്ടു, ഗിറ്റ് ലോഗ് കണ്ടു, ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് പുഷ്, ഗിറ്റ് RM, ഗിറ്റ് ചെക്കൗട്ട്, ഗിറ്റ് ബ്രാഞ്ച്. ഓക്കെ, ഇത്രയും കമാൻഡ്സാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻസ്, വേറൊരാളുടെ റെപ്പോസിറ്ററിയിലോട്ട് എങ്ങനെ കോൺട്രിബ്യൂഷൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് പെർമിഷൻ ഒരാൾ നമുക്ക് തരുവാണെങ്കിൽ, എനിക്ക് ഈ റെപ്പോസിറ്ററിയിലേക്ക് വേറെ ഒരു ഗിറ്റ്ഹബ് യൂസറിന് റൈറ്റ് പെർമിഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് അയാളുടെ അക്കൗണ്ടിലുള്ള റെപ്പോസിറ്ററി എങ്ങനെയാണോ ക്ലോൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പുഷ് ചെയ്തത് അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഏത് റെപ്പോസിറ്ററിയിലോട്ടും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോസിബിളാണ്. അത് ചെയ്യുന്നത് വേറൊരു മെത്തേഡാണ്, അതായത് ഫോർക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് അത് ചെയ്യുന്നത്. സോ അത് ചെയ്യാനായിട്ട് സപ്പോസ് വേറെ ഏതെങ്കിലും ഒരു റെപ്പോസിറ്ററിയിലോട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു റെപ്പോസിറ്ററി എടുക്കുവാണ്. സോ ഇതൊരു പബ്ലിക് ആയിട്ടുള്ളൊരു റെപ്പോസിറ്ററിയാണ്, ഇതിലൊരു റീഡ്മി ഫയലാണുള്ളത്. സോ ഇതിലോട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു റെപ്പോസിറ്ററിയാണ്. ഞാൻ അതിലോട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോർക്കിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. സോ ഫോർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ അക്കൗണ്ടിലുള്ള ഒരു റെപ്പോസിറ്ററി അതിൻ്റെ ഒരു കോപ്പി എൻ്റെ അക്കൗണ്ടിലോട്ട് എക്സാക്ട്ലി വരും. സോ അത് ചെയ്യാനായിട്ട് ഇവിടെ ഫോർക്ക് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. നമുക്ക് സെയിം നെയിം തന്നെ കൊടുക്കാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നെയിം കൊടുക്കാം. ദെൻ ക്രിയേറ്റ് ഫോർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ അതൊരു കുറച്ചൊരു സമയമെടുക്കും. സോ അതിന് തന്നെ ഒരു എക്സാക്റ്റ് കോപ്പി എൻ്റെ അക്കൗണ്ടിലോട്ട് വരും. സോ ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ കാണിക്കുന്നുണ്ട് ഫോർക്ക്ഡ് ഫ്രം സോ ആൻഡ് സോ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യേണ്ടത്, സപ്പോസ് എനിക്ക് ഈ റീഡ്മിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണം, എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇതിനെ ക്ലോൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒറിജിനൽ റെപ്പോസിറ്ററിയിൽ ഞാൻ ഒരു അക്കൗണ്ട് ഫോർക്ക് ചെയ്ത് എൻ്റെ ഗിറ്റ്ഹബ് അക്കൗണ്ടിലോട്ട് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിനെ ഞാൻ ക്ലോൺ ചെയ്യുന്നു. ക്ലോൺ ചെയ്ത് ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഏത് ഫയലാണോ അതിൽ ചേഞ്ച് വരുത്തേണ്ടത് ആ ഫയലിൽ ഞാൻ ചേഞ്ച് വരുത്തുന്നു. ഇപ്പം സപ്പോസ് അതിൽ റീഡ്മി ആണ് എനിക്ക് ചേഞ്ച് വരുത്തേണ്ടത്. സോ റീഡ്മി ഫയൽ എടുക്കുന്നു, ഞാൻ എഡിറ്റ് ചെയ്യുന്നു, ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുന്നു. അപ്പോഴും ആ ചേഞ്ച് വരുന്നത് എൻ്റെ ഈ ഫോർക്ക് ചെയ്ത റെപ്പോസിറ്ററിയിലോട്ടാണ് ആ ചേഞ്ച് വരുന്നത്. ആ ചേഞ്ച് വന്നു കഴിയുമ്പം അതിൽ ഒരു ഓപ്പൺ പുൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒരു ഓപ്ഷൻ വരും, ഓപ്പൺ പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ പുൾ റിക്വസ്റ്റാണ് ഞാനത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ URL കോപ്പി ചെയ്തിട്ടുണ്ട്, HTTPS ഫോർക്ക് ചെയ്ത റെപ്പോസിറ്ററിയുടെ HTTPS URL കോപ്പി ചെയ്തു. സോ ഞാൻ ജസ്റ്റ് തൽക്കാലം VS കോഡ് ക്ലോസ് ചെയ്യുവാണ്. ദെൻ ജസ്റ്റ് ക്ലോൺ ചെയ്യുവാണ്. ഓക്കെ, സോ ക്ലോൺ ചെയ്തതിന് ശേഷം എനിക്കത് VS കോഡിൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ഫോൾഡർ, ആ ഫോൾഡർ ആകെപ്പാടെ മൊത്തത്തിലായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുവാണ് VS കോഡിൽ. ഞാൻ എന്തെങ്കിലും ഒരു അഡീഷൻ കൊണ്ടുവരുവാണ്. സപ്പോസ് ഞാൻ ഈ റീഡ്മി ഫയൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ്. സോ ശരിക്കും നമ്മൾ ആക്ച്വൽ വർക്കിൽ നമ്മൾ റീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ചെയ്യുന്നത്. അവർ തന്നെ ലിസ്റ്റ് ഓൺ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുകയോ ഇഷ്യൂസ് എന്ന് പറയുന്നൊരു ടാബ് ഉണ്ടാവും. അവിടെ അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും എന്ത് ഹെൽപ്പാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. സോ ഞാൻ ഈ ഫയൽ എഡിറ്റ് ചെയ്തു. ഇവിടെ മോഡിഫൈഡ് എന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ എനിക്കിത് ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെർമിനൽ എടുക്കുന്നു, ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കുന്നു. ഓക്കെ, റീഡ്മി മോഡിഫൈഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗിറ്റ് ആഡ് റീഡ്മി ഗിറ്റ് കമ്മിറ്റ് -m
ഒരു മെസ്സേജ് കൊടുക്കുന്നു, അപ്ഡേറ്റഡ് റീഡ്മി git push. Oh, okay, I need to configure my username. So actually എൻ്റെ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് കിടപ്പുണ്ട്, അതുകൊണ്ടാണ്. സോ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡിഫോൾട്ട് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസർ നെയിം ആൻഡ് ഇമെയിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കേസിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ വൺസ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ ഐ എം ജസ്റ്റ് പുഷിങ്. user.name okay, just give me a minute. ഓക്കെ, സോ ഇപ്പോൾ ഇത് സക്സസ്ഫുള്ളി ഞാൻ ക്ലോൺ ചെയ്ത റെപ്പോസിറ്ററിയിലോട്ട് ആ ചേഞ്ച് പുഷ് ആയിട്ടുണ്ട്. സോ ഇവിടെ റീഡ്മിയിലെ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഇനി ഇവിടെ കാണിക്കുന്നത് കാണാം, അതായത് ദിസ് ബ്രാഞ്ച് ഈസ് 1 കമ്മിറ്റ് അഹെഡ് ഓഫ്, ലൈക്ക് നമ്മൾ ഫോർക്ക് ചെയ്ത റെപ്പോസിറ്ററിയുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്നും നമ്മുടെ റെപ്പോസിറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക്ഡ് റെപ്പോസിറ്ററി 1 കമ്മിറ്റ് അഹെഡ് ആണ്. സോ ഇനി നമുക്കിതിൽ കോൺട്രിബ്യൂട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ പുൾ റിക്വസ്റ്റ് ഓപ്ഷൻ വരും. സോ ഇവിടെ നിന്ന് നമുക്ക് അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1-2 ഓപ്ഷൻ പറയും, അതായത് നമ്മൾ ഫോർക്ക് ചെയ്ത അവരുടെ റെപ്പോസിറ്ററി അതിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ നിന്നും ഒറിജിനൽ റെപ്പോസിറ്ററിയിൽ അതിൻ്റെ ഏത് ബ്രാഞ്ചിലോട്ടാണ് ചേഞ്ച് പോകേണ്ടത് എന്നുള്ളത് വരും. ഇത് നമുക്കിവിടെ പറയാം, എന്ത് ഷോർട്ടിലൊരു ടൈറ്റിൽ കൊടുക്കാം, എന്ത് ചേഞ്ചാണ് വരുത്തിയത്, എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വേറെ കോൺഫ്ലിക്റ്റോ ഇഷ്യൂസോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ഓണർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോലെ അയാളുടെ അക്കൗണ്ടിൽ, ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ അത് വരും. അദ്ദേഹത്തിന് അത് റിവ്യൂ ചെയ്യാൻ സാധിക്കും. അതായത് ഏതൊക്കെ ഫയൽസ് ചേഞ്ചായി, എന്ത് ചേഞ്ചാണ് വന്നത്, അത് ഒരു ഗുഡ് ചേഞ്ച് ആണോ, ഗുഡ് കോൺട്രിബ്യൂഷൻ ആണോ എന്ന് റിവ്യൂ ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ റെപ്പോസിറ്ററിയിൽ ഒരു ഭാഗമായിട്ട് മാറുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂഷൻസ് ഫോർക്ക് ചെയ്ത് ക്ലോൺ ചെയ്ത് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഒരിക്കൽ ക്ലോൺ ചെയ്ത റെപ്പോസിറ്ററി, അതായത് ഫോർക്ക് ചെയ്ത് ക്ലോൺ ചെയ്ത റെപ്പോസിറ്ററിയിൽ പുതിയ എന്തെങ്കിലും ചേഞ്ചസ് വേറൊരു യൂസർ ഇവിടെ വരുത്തി, ബട്ട് ആ ചേഞ്ച് നമ്മുടെ റെപ്പോസിറ്ററിയിൽ, നമ്മുടെ സിസ്റ്റത്തിലുള്ള റെപ്പോസിറ്ററിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിലോട്ട് ആ ചേഞ്ച് വരാനായിട്ട് നമുക്ക് ഗിറ്റ് പുൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മുടെ ഈ റെപ്പോസിറ്ററിയിൽ, അതായത് ഒരുപാട് ആളുകളായിരിക്കും ആ ഒരു മെയിൻ റെപ്പോസിറ്ററി ഫോർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻ ബിറ്റ്വീൻ വേറൊരാളുടെ കോൺട്രിബ്യൂഷൻ വന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് നമുക്ക് എടുക്കാനായിട്ട് ഗിറ്റ് പുൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ബേസിക്കലി നമുക്ക് ഗിറ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ബേർ മിനിമമായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് കമാൻഡ്സാണ് പരിചയപ്പെടുത്തിയത്.
ഇതിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. സോ അത് മനസ്സിൽ വെക്കുക. ആസ് ഓഫ് നോ നിങ്ങളൊരു തുടക്കക്കാരനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, ഇതിൽ നിങ്ങൾ സ്വന്തമായിട്ട് റെപ്പോസിറ്ററീസിൽ വെർഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അവനവൻ സ്വന്തം റെപ്പോസിറ്ററിയിൽ വെർഷൻ കൺട്രോൾ ചെയ്യുക, അതിനെ ബെസ്റ്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റെപ്പോസിറ്ററിയിലോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സോ ഗ്രാജുവലി നിങ്ങൾക്ക് വലിയ റെപ്പോസിറ്ററിയിലോട്ടും ലൈവായിട്ടുള്ള പ്രൊജക്റ്റുകളിലോട്ടും ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റുകളിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലോട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. സോ വൺസ് നിങ്ങൾക്ക് അങ്ങനെ എത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ഓപ്പണിങ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. അത് എന്താ പറയുക, ഒരു റിയൽ ലൈഫ് ജോബ് എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു കുറേ നാൾ ചെയ്തൊരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ദെൻ ജോബ് എക്സ്പീരിയൻസിന് വേറെ നിങ്ങൾക്ക് ഒരിടത്തും പോകേണ്ടി വരത്തില്ല. ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് എക്സ്പീരിയൻസ് കിട്ടില്ല. ജോബ് എക്സ്പീരിയൻസ് ഇല്ലാതെ ജോബും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. സോ അതിനെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നല്ല ഒരു അവസരമാണ്, ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു അവസരമാണ് വേർഷൻ കൺട്രോൾ, ഗിറ്റ്ഹബ്, ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ. സോ അതിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക.